നമസ്കാരം, വിങ്സ് ബുക്സിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. നമുക്കിന്നൊരു ബുക്ക് പരിചയപ്പെടാം. ടി പത്മനാഭൻ സാറിൻ്റെ കഥാകൃത്ത് സാക്ഷി. എൻ്റെ കയ്യിൽ ഉള്ളത് ഒരുപാട് പഴയ ഒരു കോപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ പുതിയ പതിപ്പുകളൊക്കെ ഞാൻ DC ബുക്സ് സ്റ്റോറിൽ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ +2 പഠിച്ച സമയത്ത് കളക്ട് ചെയ്തൊരു ബുക്കാണ് കേട്ടോ. അന്ന് ഈ ബുക്ക് കളക്ട് ചെയ്തിട്ട് നമ്മൾ കഥകളൊക്കെ മറിച്ച് നോക്കുമല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണിലുടക്കിയ കഥ മൈഥിലി നീ എൻ്റേതാണെന്നുള്ള കഥയാണ്. ആ സമയത്ത് മൈ സ്റ്റോറി, മാനസി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുക്സൊക്കെ വായിച്ചിട്ടിരിക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടോ ഞാൻ ഭയങ്കര ആവേശത്തോടെ ആദ്യം വായിച്ചത് മൈഥിലി നീ എൻ്റേതാണ് എന്ന കഥയാണ്. അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ വായിച്ചിട്ട് എനിക്കത് വ്യക്തമായി മനസ്സിലായില്ല എന്ന് തന്നെ പറയാം അന്ന് വായിച്ച സമയത്ത്. രണ്ടാമതും ഞാൻ വായിച്ചു, അപ്പോഴും ഒരു പുക പോലെ മനസ്സിലായി. മൂന്നാമത്തെ വായനയിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ആസ്വാദികരമായിട്ട് തോന്നിയത്. ഞാൻ പറഞ്ഞു വന്നത് അത്രമാത്രം കാമ്പുള്ള അല്ലെങ്കിൽ അത്രമാത്രം ഡെപ്തുള്ള കഥകളുള്ള 21 കഥകളാണുള്ളത് ഇതിൽ. അപ്പോൾ അത്രയും ഡെപ്തുള്ള 21 കഥകളാണ് ഇതിലുള്ളതൊക്കെയും. അപ്പോൾ മലയാള ചെറുകഥാ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവർ നിശ്ചയമായിട്ടും വായിച്ചിരിക്കേണ്ടതും കയ്യിൽ കരുതേണ്ടതുമായ ഒരു ബുക്കാണ് കഥാകൃത്ത് സാക്ഷി എന്ന ടി പത്മനാഭൻ സാറിൻ്റെ ഈ ഒരു ചെറുകഥാ സമാഹാരം. പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക.